നമസ്കാരം. എല്ലാ കാലത്തെയും പോലെ പാകിസ്ഥാനിൽ അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് സൈന്യം തന്നെയാണ്. ഇപ്പോഴത്തെ സൈനിക മേധാവിയായ അസീം മുനീർ ആകട്ടെ അവിടുത്തെ പ്രസിഡൻറ്റിനെയോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ വകവയ്ക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അവിടുത്തെ രീതി. പല ആഗോള വേദികളിലും പാകിസ്ഥാന് ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി ഏറ്റിട്ടും അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇതിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ശരിക്കും അസീം മുനീറിനെ വെട്ടിലാക്കുന്നതാണ്. ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മസൂദ് ഇല്യാസ് കശ്മീരി എന്നാണ് ഇയാളുടെ പേര്. ഈ മസൂദ് ഇല്യാസ് ഇവരുടെ സംഘടനയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിലാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിങ്ങനെയായിരുന്നു: ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻകാരായ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജനറൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിരുന്നു എന്ന്. മാത്രവുമല്ല, ഇത് പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസീം മുനീറിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇവരെല്ലാവരും വന്ന് ഈ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് എന്ന്. ഒരു കാര്യം ഓർക്കുക, ഇന്ത്യ അല്ല ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അവരുടെ സ്വന്തം ആൾ തന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയുമായി ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ തീവ്രവാദികൾ പലരെയും സംസ്കരിച്ച സമയത്തും പാകിസ്ഥാൻ പതാക പുതപ്പിച്ച് പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടിയാണ് ഇവരെ സംസ്കരിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നിട്ടും പാകിസ്ഥാന് യാതൊരു കുലുക്കവുമില്ല. ഇപ്പോഴും അമേരിക്കയുമായി എങ്ങനെ മികച്ച ബന്ധമുണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ അസീം മുനീറും മറ്റുള്ളവരും. അസീം മുനീർ വീണ്ടും ഐക്യരാഷ്ട്രസഭയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും ദോഷം പറയുന്നതിൽ ഇക്കുറി അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയും കൂടെ കൂട്ടുന്നുണ്ട്. കാരണം അവിടെ പ്രസംഗിക്കണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് മാത്രമേ പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ. സൈനിക മേധാവിക്ക് ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിൽ ചെന്ന് സംസാരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആയിരിക്കാം ഈ പ്രധാനമന്ത്രിയെ കൂടെ പാകിസ്ഥാൻ സൈനിക മേധാവി കൊണ്ടുപോകുന്നത്. നേരത്തെയും നമുക്കറിയാം, പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കും പാകിസ്ഥാനിൽ തന്നെയാണ് പരിശീലനം ലഭിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ വ്യക്തമായ തെളിവുകളും ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളുടെയൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം അവിടെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഗതിയില്ലെങ്കിലും പാകിസ്ഥാനിലെ ഭരണാധികാരികളും പട്ടാളവും എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് തീവ്രവാദ സംഘടനകളെ പരമാവധി ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുമിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ പോലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു വളർച്ച, അതായത് അങ്ങേയറ്റം ഒരു വികസിത രാജ്യമായി മാറിക്കഴിഞ്ഞ ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തിയായ, സൈനിക ശക്തിയായ എല്ലാം മാറിയ ഇന്ത്യയെ അവസ്ഥയോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ എപ്പോഴും നോക്കിക്കാണുന്നത്. കാരണം അവിടെ ഇപ്പോഴും ദാരിദ്ര്യമാണ്. ജനങ്ങൾ 1 കിലോ ഗോതമ്പ് പൊടിക്ക് വേണ്ടി തല്ലുകൂടുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതുമാണ്. അത്രയും മോശമായ ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന വേദികളിലൊക്കെ തന്നെ പാകിസ്ഥാനിലെ പ്രതിനിധി പറയുന്ന കാര്യങ്ങൾക്ക് ഉരുളക്കുപ്പേര് പോലെ മറുപടി നൽകാൻ ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും ഇന്ത്യയോടുള്ള ഈ ഒരു വിരോധത്തിന് പാകിസ്ഥാന് യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ത്യ ഒരു അയൽരാജ്യം എന്ന നിലയിൽ അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഉപകാരം, കുറേ നാൾ മുമ്പ് അവിടെ അതിശക്തമായ പേമാരിയും കൊടുങ്കാറ്റും വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയായിരുന്നു. അത് മനുഷ്യത്വത്തിൻ്റെ പേരാണ്. പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടുത്തെ 1.5 ലക്ഷത്തോളം ജനങ്ങളെയാണ് ഇന്ത്യ അന്ന് വലിയൊരു ആപത്തിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും തുടരുന്നത് അവരുടെ പഴയ പരിപാടി തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ മസൂദിൻ്റെ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ സംഘടന നേതാവ് തന്നെ, അത് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന നേതാവ് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെല്ലാം തന്നെ എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പോലും പാകിസ്ഥാൻ സർക്കാരാണ്, സൈന്യമാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, മസൂദ് മറ്റൊരു കാര്യം കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഇതിന് കാവൽ നിന്നു എന്നാണ്. ഇനി ആരെങ്കിലും ഇതിന് തടസ്സം വരുന്നെങ്കിലോ നോക്കാൻ വേണ്ടി. അത്രയും സ്ഥാനമാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഈ സൈനിക മേധാവിയായ അസീം മുനീർ ഈ തീവ്രവാദികൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ ഒരിക്കലും ജയിക്കില്ല എന്നും കൃത്യമായി അറിയാവുന്നുള്ള പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ ഇത്തരത്തിലുള്ള പ്രോക്സി സംഘടന, തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ നടത്താൻ ശ്രമിക്കുന്ന ആക്രമണങ്ങളുടെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് വ്യക്തമായ തെളിവ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമൊക്കെ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ വളർത്തുന്ന ഒരാൾ തന്നെയാണ് ഈ രഹസ്യം വെളിപ്പെടുത്തിയത് എന്നുള്ളതും ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടും തീവ്രവാദി എന്ന് പ്രഖ്യാപിച്ച തലയ്ക്ക് വിലയിട്ട പലരുടെയും സംസ്കാര ചടങ്ങിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ സൈനിക മേധാവികൾ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ കുറേ നാൾ മുമ്പ് പുറത്തു വന്നിരുന്നു. അവർക്കെല്ലാം സൈന്യത്തിൻ്റെ പൂർണ്ണ ബഹുമതി നൽകിയാണ് സംസ്കരിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. ഏതായാലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാക്കാൻ ഈ അവിടുത്തെ സൈന്യവും സൈനിക മേധാവികളും എത്രത്തോളം ശ്രമിക്കുന്നു, ഒപ്പം ഇന്ത്യക്ക് നേരെ അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം വിഫലമായി പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായി മാറുകയാണ് ഇവ എല്ലാം തന്നെ.